ഗുഡ് മോർണിംഗ് ടു ഓൾ. നമുക്ക് ഇന്നത്തെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സിൽ MHR മെഷീൻ അവർ റേറ്റിൻ്റെ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ് ഫ്രം ദ ഫോളോയിങ്. കോസ്റ്റ് ഓഫ് മെഷീൻ ₹8,000, കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ ₹2,000, സ്ക്രാപ്പ് വാല്യൂ ആഫ്റ്റർ 10 years ₹2,000, rates and rent for a quarter for the shop 300, general lighting ₹20 per month, then shop supervisor salary ₹600 per quarter, insurance premium for a machine ₹60 per annum, estimated repairs ₹100 per annum, power 2 units per hour at rate of ₹5 per 100 units. Estimated working hours per annum 2,000. Then the machine occupies 1/4 of the total area of the shop. The supervisor is expected to devote 1/6 of his time for supervising the machine. General expenses are to be apportioned on the basis of floor area. ഇതാണ് ക്വസ്റ്റ്യന്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്തത്? മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് സ്റ്റാൻഡിങ് ചാർജസും അടുത്തത് മെഷീൻ എക്സ്പെൻസസും. നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് സ്റ്റാൻഡിങ് ചാർജസ് ആണ്. അപ്പോൾ സ്റ്റാൻഡിങ് ചാർജസിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് സ്റ്റാൻഡിങ് ചാർജസ് എന്നല്ലേ? ഫിക്സ്ഡ് ആയിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസസുമാണ് സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് വരുന്നത്. അതുപോലെ മെഷീൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത് വേരിയബിൾ എക്സ്പെൻസസ് ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതെന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നതായിട്ട് നോക്കുക. കോസ്റ്റ് ഓഫ് മെഷീൻ അല്ലേ? കോസ്റ്റ് ഓഫ് മെഷീൻ 8,000, കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ 2,000, ദെൻ വാല്യൂ ഓഫ് സ്ക്രാപ്പ് ആഫ്റ്റർ 10 years. ഈ 3 ഐറ്റം തന്നിരിക്കുന്നത് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിവിടെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ ഇതാണ്: ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റാളേഷൻ ചാർജസ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ്. അതാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ. ഇക്വേഷൻ ഇതാണ്: ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റാളേഷൻ ചാർജസ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ ലൈഫ്. അപ്പോൾ ആ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ 3 ഐറ്റം. അപ്പോൾ നമ്മൾ ഇത് വെച്ചുകൊണ്ട് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. പിന്നെയുള്ള റെൻ്റ് അല്ലേ? ഇത് ഡിപ്രീസിയേഷൻ. അപ്പോൾ നമ്മൾ എഴുതുന്നതിന് മുന്നേ സ്റ്റാൻഡിങ് ചാർജസും മെഷീൻ എക്സ്പെൻസസും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് സ്റ്റാൻഡിങ് ചാർജസ് നോക്കാം. അപ്പോൾ ഈ 3 ഐറ്റം ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ്. കോസ്റ്റ് ഓഫ് മെഷീൻ, കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ, സ്ക്രാപ്പ് വാല്യൂ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ എടുക്കുന്ന മെഷീൻ എക്സ്പെൻസസിനാണ്. പിന്നെ നമ്മൾ നോക്കാം റേറ്റ്സ് ആൻഡ് റെൻറ്റ് ഫോർ ദ ക്വാർട്ടർ ഓഫ് ദ ഷോപ്പ് അല്ലേ? റേറ്റ്സ് ആൻഡ് റെൻറ്റ് എന്ന് പറയുമ്പോൾ റെൻറ്റ് ആൻഡ് റേറ്റ്സ് നമ്മൾ എവിടെ എടുക്കുന്നത്? സ്റ്റാൻഡിങ് ചാർജസിൽ എടുക്കുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ ജനറൽ ലൈറ്റിംഗ് നമ്മൾ എവിടെയാണ്? സ്റ്റാൻഡിങ് ചാർജസിൽ എടുക്കുന്നതാണ്. ഷോപ്പ് സൂപ്പർവൈസേഴ്സ് സാലറി അതും സ്റ്റാൻഡിങ് ചാർജസിൽ എടുക്കുന്നതാണ്. ഇൻഷുറൻസ് പ്രീമിയം ഫോർ ദ മെഷീൻ, ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ സ്റ്റാൻഡിങ് ചാർജസിൽ എടുക്കുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ ആ കാൽക്കുലേഷൻ ഓഫ് MHRൽ എഴുതി തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് സ്റ്റാൻഡിങ് ചാർജസിൽ വരുന്നത്, ഏതൊക്കെയാണ് മെഷീൻ എക്സ്പെൻസസിൽ വരുന്നത് നോക്കി വേണം നിങ്ങൾ എടുക്കാൻ. അതുപോലെ എസ്റ്റിമേറ്റഡ് റിപ്പയേഴ്സ് വന്നിട്ടുണ്ട്. റിപ്പയേഴ്സ് വരുന്നത് മെഷീൻ എക്സ്പെൻസസിലാണ്. പവർ വരുന്നത് മെഷീൻ എക്സ്പെൻസസിലാണ്. പിന്നെ ഉള്ള എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവേഴ്സാണ് വന്നിരിക്കുന്നത്. എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവേഴ്സ് അതുപോലെ തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. ദ മെഷീൻ ഒക്യുപ്പൈസ് 1/4 ഓഫ് ടോട്ടൽ ഏരിയ ഓഫ് ദ ഷോപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഏരിയ തന്നിരിക്കുവാണ്. ഈ മെഷീന് ഈ ഷോപ്പിൻ്റെ ടോട്ടൽ ഏരിയയുടെ 1/4 മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ മെഷീൻ നമ്മൾ MHR കണ്ടുപിടിക്കുന്ന ഈ മെഷീന് ഈ ഷോപ്പിൻ്റെ ടോട്ടൽ ഏരിയയുടെ 1/4 ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഡിവോട്ട് 1/6 ഓഫ് ഹിസ് ടൈം ഫോർ സൂപ്പർവൈസിങ് ദ മെഷീൻ. സൂപ്പർവൈസേഴ്സ് അദ്ദേഹത്തിൻ്റെ ടൈമിൻ്റെ 1/6 ടൈം മാത്രമേ ഈ മെഷീൻ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ പറഞ്ഞ ജനറൽ എക്സ്പെൻസസ് ആർ ടു ബി അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫ്ലോർ ഏരിയ. ജനറൽ എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫ്ലോർ ഏരിയയുടെ ബേസിൽ വേണം അപ്പോർഷൻ ചെയ്യാൻ. അപ്പോൾ നമുക്കത് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ കോളം വരയ്ക്കുക.
കമ്മീഷൻ ഓവർ റേറ്റ് എന്ന് ഹെഡിങ് എഴുതുക, ഒരു പർട്ടിക്കുലേഴ്സ് കോളം, 2 എമൗണ്ട് കോളം, ഒരു കോളം പെർ ഇയർ. പെർ ഇയർ എന്ന് പറയുന്നത് നമ്മൾ ഒരു പീരീഡിലേക്ക് വേണ്ടിയുള്ളതാണ് വരയ്ക്കുന്നത്. നമുക്ക് ക്വസ്റ്റിനിൽ ഇയർ ബേസിലാണ് വന്നെങ്കിൽ പെർ ഇയർ വരും, മാസമാണെങ്കിൽ പെർ മന്ത് വരും, ആഴ്ചയാണെങ്കിൽ പെർ വീക്ക് വരും, പെർ ഡേ, ഒരു ദിവസമാണെങ്കിൽ പെർ ഡേ, ആ രീതി വേണം എഴുതാൻ. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റിനനുസരിച്ച് നമ്മുടെ പീരീഡ് ഏതാണോ അതനുസരിച്ച് വേണം ഇവിടെ വരാൻ. ഈ കോളം പെർ അവർ തന്നെയാണ്, അതെല്ലായ്പ്പോഴും പെർ അവർ തന്നെ വേണം എടുക്കാൻ. ഇനി ആദ്യം നമ്മൾ സ്റ്റാൻഡിങ് ചാർജസ് ആണ് എഴുതുന്നത്. നമ്മൾ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് സ്റ്റാൻഡിങ് ചാർജസ് ഓരോന്ന് എടുക്കുക. ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യത്തെ 3 ഐറ്റം നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ അത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് മെഷീൻ എക്സ്പെൻസസ് ആണ്. അപ്പോൾ നമ്മളത് എടുക്കുകയല്ല. ഇനി അടുത്ത ഐറ്റം നോക്കുക. റേറ്റ്സ് ആൻഡ് റെൻറ്റ് ഫോർ ദ ക്വാർട്ടർ. റെൻറ്റ് ആൻഡ് റേറ്റ്സ് അല്ലേ. റെൻറ്റ് ആൻഡ് റേറ്റ്സ് ഫോർ എ ക്വാർട്ടർ ഫോർ ദ ഷോപ്പ്. ഒരു ഷോപ്പിൻ്റെ ഒരു ക്വാർട്ടറിലുള്ള റെൻറ്റ് ആൻഡ് റേറ്റ്സ് എന്ന് പറയുന്നത് 300 അപ്പോൾ റെൻറ്റ് ആൻഡ് റേറ്റ്സ് നമ്മുടെ സ്റ്റാൻഡിങ് ചാർജസ് ആണ്. അപ്പോൾ നമ്മൾ റെൻറ്റ് ആൻഡ് റേറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് ചാർജസിന് അവിടെ എഴുതുക. പിന്നെ പറയുന്നത് 300 അല്ലേ. 300 പറയുന്നുണ്ട്, നമ്മൾ 300 എഴുതുക. പിന്നെ എന്താ പറയുന്നത്, ഫോർ എ ക്വാർട്ടർ എന്നാണ് പറയുന്നത്, ഒരു ക്വാർട്ടറിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ പെർ ഇയർ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഒരു വർഷത്തെയാണ് നമുക്ക് വേണ്ടത്, പക്ഷെ തന്നിരിക്കുന്ന ഒരു ക്വാർട്ടറിലെയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു വർഷം 4 ക്വാർട്ടറാണുള്ളത്. അപ്പോൾ നമ്മൾ 300 × 4 എന്ന് പറയുന്നത് എത്ര? ഈ 300 × 4 എന്ന് പറയുന്നത് ഒരു വർഷത്തെ വരും അല്ലേ. 300 × 4 എന്ന് പറയുന്നത് ഒരു വർഷത്തെ വരും. 300 എന്ന് പറയുന്നത് ഒരു ക്വാർട്ടറിലുള്ള റെൻറ്റ് ആൻഡ് റേറ്റ്സ്. നമുക്കറിയാം ഒരു വർഷം 4 ക്വാർട്ടറാണുള്ളത്. അപ്പോൾ 300 × 4 ഒരു വർഷത്തെ റെൻറ്റ് ആൻഡ് റേറ്റ്സ്. ഇനി വേണ്ടത് ഇവിടെ പറയുന്നത് റെൻറ്റ് ആൻഡ് റേറ്റ്സ് അപ്പോർഷൻ ചെയ്യണം അല്ലേ. റെൻറ്റ് ആൻഡ് റേറ്റ്സ് അപ്പോർഷൻ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ഏരിയയുടെ ബേസിസിലാണ് റെൻറ്റ് ആൻഡ് റേറ്റ്സ് അപ്പോർഷൻ ചെയ്യുന്നത്. ദ മെഷീൻ ഒക്യുപ്പൈസ് 1/4 ഓഫ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ഷോപ്പ്. ടോട്ടൽ ഏരിയയുടെ 1/4 മാത്രമേ ഈ മെഷീൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 1/4 ആണ്. അപ്പം 300 × 4 എന്ന് പറയുന്നത് ഒരു വർഷത്തെ റെൻറ്റ് ആൻഡ് റേറ്റ്സ് കിട്ടി. ഇനി ഈ മെഷീൻ്റെ മാത്രം റെൻറ്റ് ആൻഡ് റേറ്റ്സ് കിട്ടണമെങ്കിൽ 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഈ മെഷീൻ ഈ ടോട്ടൽ ഏരിയയുടെ 1/4 മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്ര മാത്രം റെൻറ്റ് ആൻഡ് റേറ്റ്സ് ഈ മെഷീന് വേണ്ടി വരുള്ളൂ. അപ്പം 300 × 4 × 1/4 എന്ന് പറയുന്നത് എത്രയാണ്? 300. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അടുത്തായിട്ട് നോക്കുക ജനറൽ ലൈറ്റിംഗ്. ജനറൽ ലൈറ്റിംഗ് നോക്കുക. ക്വസ്റ്റിന് തന്നിരിക്കുന്നത് ജനറൽ ലൈറ്റിംഗ് നമുക്കറിയാം മെഷീൻ സ്റ്റാൻഡിങ് ചാർജസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ജനറൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞ് എഴുതണം. ജനറൽ ലൈറ്റിംഗ്. ജനറൽ ലൈറ്റിങ്ങിൻ്റെ എമൗണ്ട് നോക്കിയാൽ ജനറൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ 20 പെർ മന്ത് അല്ലേ. 20 പെർ മന്ത്. ഒരു മാസം 20 ആണ്. 20 അല്ലേ. ഒരു മാസം 20 രൂപയാണ്. അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പം ജനറൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞ് എഴുതുക. നമുക്ക് ഒരു വർഷത്തെയാണ് വേണ്ടത്, പെർ ഇയർലിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ജനറൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മാസം 20, 12 മാസമാണുള്ളത് അല്ലേ. അപ്പം 20 × 12 പറഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തെ കിട്ടി. ഒരു വർഷത്തെ. ഇനി നമുക്ക് ഈ മെഷീൻ്റെ മാത്രം കണ്ടുപിടിക്കണം. ഈ മെഷീൻ്റെ നമ്മൾ MHR കണ്ടുപിടിക്കുന്ന മെഷീൻ്റെ മാത്രം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റിനിൽ ഇവിടെ പറയുന്നുണ്ട് ജനറൽ എക്സ്പെൻസസ് ആർ ടു ബി അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നുണ്ട്. ജനറൽ എക്സ്പെൻസസ് ഫ്ലോർ ഏരിയയുടെ ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലോർ ഏരിയ ഏതാ? ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് മെഷീൻ ഒക്യുപ്പൈസ് 1/4 ഓഫ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ഷോപ്പ്. അപ്പം 1/4 കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിവിടെ ജനറൽ ലൈറ്റിംഗ് എടുത്തത് തന്നിരിക്കുന്നത് ഒരു മാസമാണ്. ഒരു മാസത്തെ ജനറൽ ലൈറ്റിംഗ് 20 ആണ്. ദെൻ ഒരു വർഷത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി 20 × 12. ദെൻ ഈ ഈ മെഷീൻ്റെ മാത്രം ജനറൽ ലൈറ്റിംഗ് വരുന്നത് 1/4 ആണെന്ന് വെച്ചാൽ ഫ്ലോർ ഏരിയയുടെ ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യുന്നത്. 1/4. 20 എന്ന് പറയുന്നത് ഒരു മാസത്തെ ജനറൽ ലൈറ്റിംഗ്. ദെൻ × 12 എന്ന് പറയുന്നത് ഒരു വർഷത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി × 12 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഇതിൻ്റെ ജനറൽ ഓവർ ഹെഡ്സ്, ജനറൽ എക്സ്പെൻസസ് നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നത്. ജനറൽ എക്സ്പെൻസസ് ആണ് ഇവിടെ നമ്മൾ ജനറൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഫ്ലോർ ഏരിയയുടെ ബേസിസിൽ അപ്പോർഷൻ ചെയ്യണം. ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് 1/4. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 60 കിട്ടും. ദെൻ അടുത്ത ഐറ്റം ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷോപ്പ് സൂപ്പർവൈസേഴ്സ് സാലറി. ഷോപ്പ് സൂപ്പർവൈസേഴ്സ് സാലറി പറയുന്നത് 600 പെർ ക്വാർട്ടർ. 600 പെർ ക്വാർട്ടർ ആണ്. ഒരു ക്വാർട്ടറിൽ 600 ആണ്. നമ്മളിവിടെ എഴുതുക സൂപ്പർവൈസേഴ്സ് സാലറി. സൂപ്പർവൈസേഴ്സ് സാലറി 600 ഒരു ക്വാർട്ടറിലാണ് 600. ഒരു വർഷം 4 ക്വാർട്ടറാണുള്ളത്. അപ്പോൾ 600 × 4. അപ്പോൾ നമുക്ക് ഒരു വർഷത്തെ സാലറി കിട്ടും. സൂപ്പർവൈസേഴ്സിൻ്റെ സാലറി കിട്ടും. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക, നമ്മൾ ഏതിൻ്റെ ബേസിസിൽ അപ്പോർഷൻ ചെയ്യേണ്ടതെന്ന് നോക്കുക. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ദ സൂപ്പർവൈസർ ഈസ് എക്സ്പെക്റ്റഡ് ടു ഡിവോട്ട് 1/6 ഓഫ് ഹിസ് ടൈം ഫോർ സൂപ്പർവൈസിങ് ദ മിഷൻ
ഈ സൂപ്പർവൈസർ എന്ന് വെച്ചാൽ ഈ ഫാക്ടറിയിലെ സൂപ്പർവൈസർ നമ്മൾ MHR കണ്ടുപിടിക്കുന്ന ഈ മെഷീന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ടൈമിൻ്റെ 1/6 മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ ഷോപ്പിലുള്ള സൂപ്പർവൈസറുടെ സാലറിയാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ഈ മെഷീന് വേണ്ടി മാത്രമുള്ളത് കണ്ടുപിടിക്കണം. അപ്പം അദ്ദേഹത്തിൻ്റെ സമയത്തിന് 1/6 മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ഈ മെഷീന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാലറിയുടെ 1/6 മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ സൂപ്പർവൈസർ സാലറി കണ്ടുപിടിക്കുമ്പം ഒരു ക്വാർട്ടറിൽ 600 ഇൻറ്റു 4, ഒരു വർഷത്തെ സാലറി കിട്ടി, ഇൻറ്റു 1/6. 1/6 എന്ന് പറയുന്നത് ഈ മെഷീന് വേണ്ടിയുള്ളത് നമ്മളോട് പറയുന്നതാണ്. 1/6 ഓഫ് ഹിസ് ടൈം ഫോർ സൂപ്പർവൈസിങ് ദ മെഷീൻ എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ 1/6 എടുത്തത്. അപ്പോൾ എത്ര വരും? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 400 കിട്ടും. ദെൻ അടുത്ത് നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക. ഇൻഷുറൻസ് പ്രീമിയം ഫോർ എ മെഷീൻ. ഇൻഷുറൻസ് പ്രീമിയം ഫോർ എ മെഷീൻ 60 പെർ ആനം അല്ലേ? ഫോർ എ മെഷീൻ എന്ന് പറഞ്ഞത് ഒരു മെഷീൻ്റെ ഇൻഷുറൻസ് പ്രീമിയമാണ് 60 അല്ലേ, ₹60 പെർ ആനം. ഒരു വർഷം 60 രൂപയാണ്. അപ്പോൾ ഒരു മെഷീൻ്റെ ഒരു വർഷത്തെ നമുക്ക് കിട്ടിയല്ലേ, ഒരു മെഷീൻ്റെ ഒരു വർഷത്തെ. അപ്പോൾ നമ്മളിവിടെ എഴുതുക ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞ് എഴുതുക, അത് 60 തന്നെയാണ്. കാരണം ഒരു മെഷീൻ്റെ ഒരു വർഷത്തെ ഇൻഷുറൻസ് പ്രീമിയമാണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്, അത് 60 ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്കെന്ത് സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് തന്നിട്ടുള്ളത്. നോക്കിയേ, ഈ കോസ്റ്റ് ഓഫ് മെഷീൻ, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ, സ്ക്രാപ്പ് വാല്യൂ ഒക്കെ നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ്. ഡിപ്രീസിയേഷൻ മെഷീൻ എക്സ്പെൻസസ് ആണ്. റെൻ്റ് ആൻഡ് റേറ്റ്സ് സ്റ്റാൻഡിങ് ചാർജസ് ആണ്. നമ്മൾ റെൻ്റ് ആൻഡ് റേറ്റ്സ് എടുത്തു, ജനറൽ ലൈറ്റിംഗ് നമ്മളെടുത്തു, ഷോപ്പ് സൂപ്പർവൈസർ സാലറി എടുത്തു, ഇൻഷുറൻസ് പ്രീമിയം എടുത്തു അല്ലേ. അപ്പം ഇനിയുള്ളത് എസ്റ്റിമേറ്റഡ് റിപ്പയേഴ്സ്, അത് മെഷീൻ എക്സ്പെൻസസ് വരുന്നതാണ്. പവർ മെഷീൻ എക്സ്പെൻസസ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിങ് ചാർജസ് എല്ലാം എടുത്തു. നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാൻഡിങ് ചാർജസിൻ്റെ ടോട്ടൽ, ഈ എടുത്ത സ്റ്റാൻഡിങ് ചാർജസിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. നമ്മളിവിടെ എഴുതുക ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് പെർ ഇയർ. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 820 കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ കണ്ടുപിടിക്കണം. സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ കണ്ടുപിടിക്കേണ്ടത് ഈ ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് ആണ്. ഏത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ്. അപ്പോൾ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് കണ്ടോ, എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവേഴ്സ് പെർ ആനം 2000 അവേഴ്സാണ് ഒരു വർഷത്തെ വർക്കിംഗ് അവേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 820നെ 2000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 820നെ 2000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.41 ആണ്. നമ്മളിത് പെർ അവർ കോളത്തിൽ നമ്മൾ എഴുതണം 0.41. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ 0.41. ഇനി നമ്മൾ എഴുതേണ്ടത്, നമ്മൾ സ്റ്റാൻഡിങ് ചാർജസ് മുഴുവൻ എഴുതി, അടുത്ത മെഷീൻ എക്സ്പെൻസസ് ആണ്. നമ്മൾ മെഷീൻ എക്സ്പെൻസസ് എഴുതുക. മെഷീൻ എക്സ്പെൻസസിൽ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് അല്ലേ, ഫസ്റ്റ് നമ്മൾ ഡിപ്രീസിയേഷൻ്റെ കാര്യം കണ്ടായിരുന്നു. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് എഴുതുക. നമ്മൾ ഡിപ്രീസിയേഷൻ, മെഷീൻ എക്സ്പെൻസ് വരുന്ന ഐറ്റമാണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് എഴുതുക. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റാളേഷൻ ചാർജസ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ ലൈഫ്. ക്വസ്റ്റ്യൻ നോക്കുക, കോസ്റ്റ് ഓഫ് ദ മെഷീൻ 8000 ആണ്, ഇൻസ്റ്റാളേഷൻ ചാർജസ് 2000 ആണ്, സ്ക്രാപ്പ് വാല്യൂ 2000 ആണ്, ലൈഫ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, സ്ക്രാപ്പ് വാല്യൂ ആഫ്റ്റർ 10 ഇയേഴ്സ് അല്ലേ, സ്ക്രാപ്പ് വാല്യൂ ആഫ്റ്റർ 10 ഇയേഴ്സ്. അപ്പം 10 ഇയേഴ്സ് എന്ന് പറയുന്നതാണ് സ്ക്രാപ്പ് വാല്യൂ അല്ലേ. അപ്പം 10 ഇയേഴ്സ് എന്ന് പറയുന്നതാണ് ലൈഫ്. അപ്പോൾ നമ്മൾ ലൈഫ് കിട്ടി 10. അപ്പോൾ നമുക്കിത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 800 പെർ ഇയർ, ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 800 പെർ ഇയർ ആണ്. അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടി. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 800 ആണ് അല്ലേ. ഈ മെഷീൻ എക്സ്പെൻസസിൻ്റെ ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഓരോ ഐറ്റത്തിനെയും നമ്മൾ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഇവിടെയുള്ള ഓരോ ഐറ്റത്തിനെ പെർ അവറിലാണ് നമുക്ക് എഴുതേണ്ടത്. ഇവിടെ മെഷീൻ എക്സ്പെൻസസ് നമ്മൾ എഴുതുമ്പോൾ ഓരോ ഐറ്റം പെർ അവറിൽ വേണം എഴുതാൻ. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ 800 ആണ്. അപ്പോൾ ഒരു അവറിലെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ബൈ 2000. നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് 2000 ആണല്ലേ. അപ്പോൾ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ 800 ആണ്. 2000 അവേഴ്സാണ് ഒരു വർഷം ഉള്ളത്. അപ്പം ഒരു മണിക്കൂറിൽ നമുക്കുള്ളത് 800 ഡിവൈഡ് ബൈ 2000 എന്ന് പറഞ്ഞ് വരും. അത് 0.40 ആണ്. അടുത്തത്
ക്വസ്റ്റ്യൻ നോക്കുക. അടുത്തത് ഇവിടെ പറയുന്നത് എസ്റ്റിമേറ്റഡ് റിപ്പയേഴ്സ് അല്ലേ. നമ്മുടെ ഈ 3 ഐറ്റം കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചു. പിന്നെയുള്ള റിപ്പയേഴ്സാണ്. റിപ്പയേഴ്സിൻ്റെ കാര്യം പറയുന്നത് എന്താ? 100 പെർ ആനം അല്ലേ. ഒരു വർഷം 100 രൂപയാണ്. റിപ്പയേഴ്സ് ഒരു വർഷം 100 രൂപയാണ്. അപ്പോൾ നമ്മളിവിടെ എഴുതുക റിപ്പയേഴ്സ് 100 രൂപയാണ്. അപ്പോൾ 100 എന്ന് എഴുതുക. പിന്നെ നമുക്ക് ഒരവർ കണ്ടുപിടിക്കണം. ഒരവർ കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് 100 ഡിവൈഡ് ബൈ 2000, 100 ഡിവൈഡ് ബൈ 2000 വർക്കിംഗ് അവേഴ്സ് ആണുള്ളത്. അപ്പോൾ 2000, 100 ഡിവൈഡ് ബൈ 2000 എന്ന് പറയുന്നത് 0.05 വരും. അടുത്തത് ക്വസ്റ്റ്യൻ നോക്കുക. പവർ 2 യൂണിറ്റ്സ് പെർ അവർ അറ്റ് റേറ്റ് ഓഫ് ₹5 പെർ 100 യൂണിറ്റ്സ്. ഇവിടെ പറയുന്ന പവർ 2 യൂണിറ്റ്സ് ആണ്. ഒരു മണിക്കൂറിൽ 2 യൂണിറ്റ്സ് ആണ് പവർ കൺസ്യൂം ചെയ്തത്. ഒരു മണിക്കൂറിലെ കാര്യമാണ് പറയുന്നത്, പെർ അവറിലെ കാര്യമാണ് പറയുന്നത്. ഒരു മണിക്കൂറിൽ 2 യൂണിറ്റ്സ് ആണ് പവർ കൺസ്യൂം ചെയ്തത്. ഈ മെഷീൻ ഒരു മണിക്കൂർ 2 യൂണിറ്റ്സ് ആണ് പവർ കൺസ്യൂം ചെയ്തത്. പിന്നെ പറയുന്നുണ്ട് അറ്റ് റേറ്റ് ഓഫ് ₹5 പെർ 100 യൂണിറ്റ്സ്. 100 യൂണിറ്റ്സിന് 5 രൂപയാണ്. 100 യൂണിറ്റ്സിന് 5 രൂപയാണ്. നമുക്ക് 2 യൂണിറ്റ്സ് ആണ് കൺസ്യൂം ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കണ്ടുപിടിക്കേണ്ടത്. പവർ എന്ന് പറയുന്നത് നോക്കുക. നമുക്കിവിടെ പറയുന്നുണ്ട് 5 ക്വസ്റ്റിന് പറയും 100 യൂണിറ്റ്സിന് 5 രൂപയെന്ന് പറയുന്നുണ്ട് അല്ലേ. 100 യൂണിറ്റ്സിന് 5 രൂപയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ്സിന് കണ്ടുപിടിക്കത്തില്ലേ? ക്വസ്റ്റിന് പറയുന്നത് അറ്റ് റേറ്റ് ഓഫ് ₹5 പെർ 100 യൂണിറ്റ്സ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ 100 യൂണിറ്റ്സിന് 5 രൂപയാണ്. അപ്പോൾ ഒരു യൂണിറ്റ്സിന് കണ്ടുപിടിക്കത്തില്ല. ഒരു യൂണിറ്റ്സിന് അങ്ങനെ കണ്ടുപിടിക്കുന്നത് 5 ഡിവൈഡ് ബൈ 100. 5 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ്സിന് വരും 0.05. ഒരു യൂണിറ്റ്സിന് 0.05 വരും. നമ്മുടെ ഈ മെഷീൻ കൺസ്യൂം ചെയ്തിരിക്കുന്നത് 2 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 2 ഇൻറ്റു ഒരു യൂണിറ്റ്സിൻ്റെ റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ ഒരു യൂണിറ്റ്സിൻ്റെ റേറ്റ് 0.05 ആണ്. അപ്പോൾ 2 ഇൻറ്റു 0.05 എത്രയാണെന്ന് നോക്കുക. 2 ഇൻറ്റു 0.05 എന്ന് പറയുന്നതാണ് എത്ര? ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് എത്ര? 0.10 എന്ന് പറയുന്നത് 0.10. ശ്രദ്ധിക്കുക, ഈ പവർ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പവർ എന്ന് പറയുന്നത് 2 യൂണിറ്റ്സ് പെർ അവർ. ഒരു മണിക്കൂറിൽ 2 യൂണിറ്റ്സ് ആണ് പവർ കൺസ്യൂം ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ റേറ്റും കൂടെ അറിയുവാണെങ്കിൽ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എഴുതിയാൽ മതി. റേറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല, പകരം പറയുന്നത് അറ്റ് റേറ്റ് ഓഫ് ₹5 പെർ 100 യൂണിറ്റ്സ്. 100 യൂണിറ്റ്സിന് 5 രൂപയാണ് അല്ലേ. 5 റുപ്പീസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു യൂണിറ്റ്സിൻ്റെ എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കണം. ഒരു യൂണിറ്റ്സിന് കണ്ടുപിടിക്കുന്നത് 5 ഡിവൈഡ് ബൈ 100 0.05. ഒരു യൂണിറ്റ്സിന് 0.05 വെച്ചാണ് പവർ ചാർജ് നമ്മൾ ഈടാക്കുന്നത്. അപ്പോൾ 2 യൂണിറ്റ്സ്, അപ്പോൾ 2 ഇൻറ്റു 0.05 എന്ന് പറയുന്നത് എത്ര വരും? 0.10. ഇത് നമ്മൾ ചെയ്യേണ്ടത് മെഷീൻ എക്സ്പെൻസസ് നമ്മളെല്ലാം എഴുതി അല്ലേ. മെഷീൻ എക്സ്പെൻസസ് എല്ലാം എഴുതി. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡിങ് ചാർജസ് പെർ അവറാണ്. സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ തൊട്ട് ഈ എന്ന് വെച്ചാൽ പെർ അവർ കോൾ എല്ലാം കൂടെ കൂട്ടുക. പെർ അവർ കോൾ എന്ന് വെച്ചാൽ സ്റ്റാൻഡിങ് ചാർജസ് പെർ അവറും ഓരോ മെഷീൻ എക്സ്പെൻസസ് പെർ അവറും ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഒരു ഐറ്റം കിട്ടും. എന്ന് വെച്ചാൽ 0.96 ഇവിടെ നമുക്ക് കിട്ടുന്നത് 0.96 ആണ്. ഇതാണ് നമ്മുടെ മെഷീൻ അവർ റേറ്റ്. ഇങ്ങനെയാണ് നമ്മൾ മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കുന്നത്. എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഐറ്റത്തിനെ നമ്മൾ സ്റ്റാൻഡിങ് ചാർജസ് എന്നും മെഷീൻ എക്സ്പെൻസസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. ആദ്യം സ്റ്റാൻഡിങ് ചാർജസ് എഴുതുക. സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയുന്നത് ഒരു പീരീഡിലെ എന്ന് വെച്ചാൽ ഒരു വർഷമാകാം, മാസമാകാം, ആഴ്ചയാകാം, ഒരു പീരീഡിലെ ഒരു മെഷീൻ്റെ കണ്ടുപിടിക്കുക. ഒരു പീരീഡിൽ ഒരു മെഷീൻ്റെ നമ്മൾ സ്റ്റാൻഡിങ് ചാർജസ് കണ്ടുപിടിക്കുക. അത് ടോട്ടൽ ചെയ്യുക. എന്നിട്ട് അതിനെ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ കിട്ടും. പിന്നെ നമ്മൾ മെഷീൻ എക്സ്പെൻസസ് എഴുതണം. മെഷീൻ എക്സ്പെൻസസ് എഴുതുന്ന ഓരോ മെഷീൻ എക്സ്പെൻസസിനെയും നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ മെഷീൻ എക്സ്പെൻസസ് പെർ അവർ നമ്മൾ ഓരോന്നിനെയും കണ്ടുപിടിക്കണം. then ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് MHR. ഇത് നിങ്ങൾ ബുക്കിലേക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.